ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ജയകുമാറാ. കുറച്ച് ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് സമയമൊന്നും കിട്ടിയില്ല, തിരക്കായിപ്പോയി. അപ്പോൾ ഇന്ന് ഈ ഷീറ്റ് പറക്കുന്ന ഇടുന്നതായിട്ടുള്ള ഒരു വീഡിയോ എടുക്കാം കേട്ടോ. അതേ പറക്കി ഉണങ്ങിയതെല്ലാം പറക്കി. ഇതിപ്പോൾ 2-3 ദിവസമായതാണ് കിടക്കുന്നത്. ഇതിനി എടുക്കാറായില്ല. ഇന്നത്തെ പോയോട് പോയി കഴിയുമ്പോൾ എടുക്കാം. അപ്പം ഇന്നത്തെ വിശേഷം നമ്മുടെ പോപ്പരിക്കകത്ത് ഷീറ്റ് എടുക്കുന്നതും ഇടുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് പാടാണ് കേട്ടോ. ഇതിപ്പം മെനയാനത്തെ ഷീറ്റാണ്. അതിന് മുമ്പ് കിടന്ന ഷീറ്റാണ് ഇതെല്ലാം കിടക്കുന്നത്. ഇതിപ്പോൾ ഇടാൻ പോവുകയാണേ. മെനയാനത്തെ ഷീറ്റ് ഇന്നലെ ഇടാൻ സമയം കിട്ടിയില്ല. ഇതൊരു പുകപ്പര. ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഷീറ്റ് അങ്ങ് പൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് പൊള്ളുക. അപ്പം ഇന്ന് അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണേ. പിന്നെ മീൻകുളത്തിലെ വിശേഷങ്ങളാണ്. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ച് ഞാൻ ഇതിനകത്ത് ഇട്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് കിടപ്പുണ്ടാവും. കുഞ്ഞുങ്ങളൊക്കെ ഒരു വലുതായി. അതിനെ ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. ഇനി ഇതാണ് നമ്മുടെ ടാങ്ക്. ഇതിനകത്ത് സിലോപ്പിയൊക്കെ കിടപ്പുണ്ട്. സിലോപ്പിയ കുഞ്ഞുങ്ങൾ ഒരുപാടായാലും എല്ലാം നേടി ഈ ഓവിക്കൂടെ പോവാണ്. പിന്നെ കൂടുതലേക്ക് സിലോപ്പിയ തന്നെ കുഞ്ഞുങ്ങളെ തിന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും സിലോപ്പിയ കുഞ്ഞുങ്ങളെ തിന്നത്തില്ലെന്ന്, വെറുതെയാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് കുഞ്ഞുങ്ങൾ കണ്ടോ കിടച്ചാടുന്നുണ്ടോ. ഇതിനകത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. ഇനി അതിനെ പിടിച്ച് വേണം നമ്മുടെ മറ്റു ടാങ്കിലോട്ട് ഇടാം. കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഇതിൻ്റെ കൂടെയുള്ള സിലോപ്പിയ തന്നെയാണ് തിന്നുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ച സിലോപ്പിയ തിന്നത്തില്ല, ഇതിനകത്ത് വേറെ മീനൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങളെ തിന്നുന്നതെന്ന്. വെറുതെയാണ്, സിലോപ്പിയ തന്നെ തിന്നുന്നുണ്ട്. ഞാൻ പിന്നെ വേണ്ട നമ്മുടെ ആമ്പൽക്കുളത്തിലോട്ട് കുറേ സിലോപ്പിയ കുഞ്ഞിനെ കൊണ്ടിട്ടായിരുന്നു. എല്ലാം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇങ്ങനെ ഇപ്പം കാണാനില്ല കേട്ടോ. ഉണ്ട്, ഇതിനകത്തുണ്ട്, വേറെ പോയിട്ടില്ല. ഇതിനകത്ത് വേറെ മീനില്ലാത്തത് കൊണ്ട് ഇതിനകത്ത് കിടന്നോളൂ. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, ഒത്തിരി കുഞ്ഞുങ്ങൾ അതിനകത്തോട് ഒത്തിരി പോയി. ബാക്കിയെല്ലാം ഈ സിലോപ്പികളെ തിന്നുകയും ചെയ്തു. ഇന്നത്തെ വിശേഷമാണ് കണ്ടോ. നമ്മുടെ ആ പഴയ പോക്കരിക്കകത്തിട്ടവള് മൊത്തം പുള്ളി ഉണങ്ങി പോവാണ്. നമ്മളിതുപോലെ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പുള്ളിയുണ്ടായിരുന്നു. അതെ, അതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ ചൂട് കൂടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. എന്തോ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കൊണ്ട് കൊടുത്ത ഷീറ്റിനൊക്കെ പാതി വരെ അടിക്കുന്നു. പാതി എന്തോ നമ്മുടെ ഇത് ഗ്രേഡാണ്, 1ാം ഗ്രേഡായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇതിന് പൊള്ളുകയോ വല്ലതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഗ്രേഡ് അല്ലാത്തതിൻ്റെ ഇതത്തുള്ളൂ. ഇപ്പം അന്ന് ഞാൻ കൊണ്ട് കൊടുത്തപ്പോൾ 180 രൂപ വിലയായിരുന്നു. പക്ഷേ അതവർ തിരിഞ്ഞ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് 14 രൂപ കിലോയെ കുറഞ്ഞു. മോളെ അങ്ങനെയല്ല, അപ്പുറത്തോട്ട് നീക്കിയിടണം കേട്ടോ. ഞങ്ങളുടെ രാജകുമാരിയ ഇതൊക്കെ ചെയ്യുന്നത്. ഇന്നെന്തോ പറ്റിയോ, ഇന്നെന്തോ ഒരു മൂഡ് വന്നത് കൊണ്ട് തോന്നുന്നു ഇറങ്ങിയത്. അല്ലേ ഇറങ്ങത്തൊന്നുമില്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കിയടി മോളെ, അകത്തോട്ട് ഇടാണ്ടീ എൻ്റെ അടിയിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. എനിക്ക് വീഡിയോ ഇടാൻ പോകാൻ സമയം കിട്ടിയില്ല, തിരക്കായിപ്പോയി. വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി, അതിൻ്റെ പണി. പിന്നെന്താ പറയുന്നത്, അമ്മയ്ക്ക് സുഖമില്ല, അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ. അതിൻ്റെ ഇടയ്ക്ക് അമ്മായിപ്പന് സുഖമില്ല. അതാ പുള്ളി കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും ഇങ്ങോട്ടോ ഒന്നും പോകാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. ഇന്നപ്പോൾ നമ്മുടെ വീഡിയോ ഇതിൽ അവസാനിക്കുകയാണ്. അടുത്ത ഉടനെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നമസ്കാരം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.